നമ്മുടെ പെറ്റ് ഷോപ്പിലെ ചെറിയ കിളികളിടുന്നൊരു കേജാണ്. ഇതിനകത്ത് അത്യാവശ്യം ഒരു 6-7 വെറൈറ്റിയോളം കിളികളുണ്ട്. നമ്മളെ ഒരുപാട് സുഹൃത്തുക്കൾ എന്നെ വിളിച്ച് പറയാറുണ്ട് കിളികൾ കംപ്ലൈൻ്റ് ആവുന്നതിനെക്കുറിച്ച്. അപ്പോൾ അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽസ് വീഡിയോ ആണ്. അപ്പം ഇത് ചെറിയ കിളികളെ വളർത്തുന്നവർക്ക് ഹെൽപ്ഫുള്ളായിരിക്കും ഈ വീഡിയോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് സേവ് ചെയ്ത് വെച്ചോ, അതിനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഉള്ളോട്ട് കയറി കാണിച്ചു തരാം. നമ്മുടെ കേജ് ഏകദേശം ഒരു 10 അടി നീളവും 7 അടി ഹൈറ്റിലും വിക്ത് വരുന്ന ഒരു 6 അടി വിക്തിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ചെറിയ കിളികൾ ഇറങ്ങി വരാതിരിക്കാൻ വേണ്ടി ഇതിനകത്തൊരു ഡോറ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഈ കേജിനകത്ത് ഒരു 120ഓളം ബേഡ്സുകളുണ്ട്. ടോട്ടൽ എല്ലാ ബേഡുകളുണ്ട്. ഒരുപാട് ബേഡിൻ്റെ കുഞ്ഞുങ്ങളുണ്ട് കൂടുതലിനകത്ത്. ഇതിനകത്ത് കൂടുതലും പോസിറ്റീവ് ഒരു എനർജി എന്ന് പറയുന്നത് ഇതിനകത്ത് ഈ റൂട്ട്സുകൾ തന്നെയാണ്. ഈ മഴ സമയത്ത് ബേഡ്സിനൊക്കെ നമ്മൾ ഇതുകൊണ്ടൊക്കെയുള്ള നെറ്റിലും മെഷിലൊക്കെ പോയിരിക്കുമ്പോൾ തന്നെ അവർക്ക് നല്ല രീതിയിൽ തണുപ്പടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ കൂട് ചെയ്യുമ്പോൾ എത്രമാത്രം അതിനകത്ത് തടികൾ വെക്കുന്നു, എത്രമാത്രം നമ്മളതിന് സേഫ്റ്റി ആയിട്ട് മഴ സമയത്ത് ഇരിക്കാൻ പറ്റിയ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നു ഇരിക്കും അതിൻ്റെ ഫ്യൂച്ചർ ആയുസ് എന്ന് പറയുന്നത്. എന്താ പിന്നെ നമ്മൾ ഇതിനെ തീറ്റ കൊടുക്കുന്ന ഒരു മെത്തേഡ് കാണിച്ചു തരാം. തീറ്റ കൊടുക്കുന്നത് ഒരു ദിവസത്തെ നമ്മൾ തീറ്റയുടെ ഒരു ഇതിൽ കിടക്കുന്ന കൂടുതലും തിന കഴിക്കുന്നത്, തിന കൊടുക്കാറുണ്ട്. സീഡ് മിക്സ് ഉണ്ട്, തിനയുടെ തന്നെ സീഡ് മിക്സ്, ഒരുപാട് മില്ലറ്റ്സ് ഉള്ള സീഡ് മിക്സ് കൊടുക്കാറുണ്ട്. കൊടുക്കുന്ന ഫുഡ് എപ്പോഴും ഇതിപ്പോൾ നമ്മൾ ആരോഗ്യയുടെ ഫിൽറ്റർ തിനയാണ് കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല പൂപ്പലൊന്നും അടിക്കാത്ത രീതിയിലുള്ള വാഷ് ചെയ്ത് ഉണക്കി വരുന്ന തിനയാണ്. കൊടുക്കുന്ന ഫുഡ് മെയിൻ ഒരു ഫാക്റ്റാണ്. 10-20 രൂപ വില കുറഞ്ഞ് കിട്ടുന്ന പൂപ്പലടിച്ച് കഴിക്കുമ്പോഴാണ് ഇവർക്ക് കൂടുതൽ കംപ്ലയിൻറ്റ്സ് വരുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ഈ ഫുഡുകൾ സെലക്ട് ചെയ്യുമ്പോൾ ഇച്ചിരി ബ്രാൻഡഡ് ഫുഡുകൾ സെലക്ട് ചെയ്യുക. എന്നാൽ വലിയ വിലയുമില്ല. ഇപ്പോൾ ഇത് മാർക്കറ്റിൽ ഒരു 70 രൂപ കിലോയ്ക്ക് വരത്തുള്ളൂ. 10 രൂപ കുറഞ്ഞ് 60 രൂപയ്ക്ക് കിട്ടുന്ന തിനയുടെ കുഴപ്പം പറഞ്ഞാൽ അതിനകത്ത് കൂടുതലും കല്ലും മൺകട്ടയും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങൾ വരും. അത് ഇതും അതുമായിട്ട് കളറിൽ വ്യത്യാസം വരും. അതിനൊരു ബ്ലാക്ക് ഷെയ്ഡായിരിക്കും. ഇത് ഫിൽറ്റർ ചെയ്ത് തരുന്ന തിനയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന ഫുഡ് അത് ശ്രദ്ധിക്കുക. കൊടുക്കുന്ന വെള്ളം ഒരു ദിവസം നമ്മൾ 2 പ്രാവശ്യമെങ്കിലും വെള്ളം മാറ്റി വെച്ച് കൊടുക്കുക. പിന്നെ നമ്മുടെ പോട്ടുകൾ നമ്മൾ എപ്പോഴും കൂട് സെറ്റ് ചെയ്യുമ്പോഴും 10 പേരുണ്ടെങ്കിൽ ഒരു 15 പോട്ടെങ്കിലും അതിനെ എക്സസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ മഴ സമയത്ത് ബ്രീഡ് ചെയ്യാത്ത കിളികൾ പോലും പോട്ടുകളിലൊക്കെ കയറി ഹൈഡ് ചെയ്തിരിക്കും. അപ്പോൾ അതിന് അത്രയ്ക്കും കംഫർട്ടായിട്ട് ആ കാലാവസ്ഥയെ അഭിമുഖീകരിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ കൂടൊന്ന് റീസെറ്റ് ചെയ്തായിരുന്നു 1 വർഷം മുന്നേ. ഇതിനകത്ത് ഭൂരിഭാഗം കിളികൾ ഇതിനകത്ത് തന്നെ ബ്രീഡായ കിളികളാണ്. ഇത് ഇപ്പോഴും ബ്രീഡായി ഇരിപ്പുണ്ട് കുഞ്ഞുങ്ങളൊക്കെ. ജസ്റ്റ് കാണിച്ചു തരാം. ഇതൊക്കെ ഇന്ന് റീസെറ്റ് ചെയ്യേണ്ട ടൈമായിട്ടുണ്ട്. നമ്മുടെ ജാവയുടെ കുട്ടികളാണ്. ഒരു 1-2 ബാച്ച് ഇപ്പോൾ ജാവയുടെ കുട്ടികൾ ഇറങ്ങിപ്പോയേ ഉള്ളൂ. ഇടുന്നത് കൊണ്ട് ബ്രീഡ് ആവാതിരിക്കുന്നത് ചെയ്യുന്നില്ല. പക്ഷേ ഇടുന്ന ബേഡ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ ഇതിനകത്ത് ലവ് ബേഡ്സാണ് ഏറ്റവും കൂടുതൽ ഇഷ്യൂ ഉണ്ടാക്കുന്ന ഒരു ബേഡ്. ബഡ്ജീസ് എന്ന് പറയും. ബാക്കിയെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ബ്രീഡ് ചെയ്യുന്നതിന് ഇഷ്യൂ ഇല്ലാത്ത ബേഡാണ്. ലവ് ബേഡ്സാണ് കൂടുതലും ഈ കോളനി സിസ്റ്റത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. എന്നാലും നമ്മൾ ഇതിനകത്തൊരു 4-5 പീസുകളേ ഉള്ളൂ ലവ് ബേഡ്. കൂടുതൽ ഫിഞ്ചസ്, ജാവ, റിംഗ് ഡോവ്, ഡയമണ്ട് ഡോവ്, ലോങ് ടൈൽ ഫിഞ്ചസ്, ബംഗാൾ ഫിഞ്ചസ്, ജംബോ ഫിഞ്ചസ്, അങ്ങനെയുള്ള വെറൈറ്റിയാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ലവ് ബേഡ്സാണ് വലിയ കോളനിയിൽ കൂടുതലും ഇഷ്യൂസ് ഉണ്ടാക്കുന്നത്. പക്ഷെ എന്നാൽ ഏറ്റവും കൂടുതൽ കാണാൻ ഭംഗി ലവ് ബേഡ്സിനാണ്. ഉണ്ടോ? അപ്പോൾ ഇതിനകത്ത് തന്നെ ഇനിയിപ്പോൾ ഒന്നുകൂടെ റീസെറ്റ് ചെയ്ത് നമ്മളൊരു പുതിയൊരു വെർഷൻ കൂടി ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വരാം. അപ്പോൾ സിമ്പിൾ കാര്യമുള്ളൂ. നമ്മൾ കൊടുക്കുന്ന തീറ്റ, നല്ല തീറ്റ സെലക്ട് ചെയ്യുക. കൊടുക്കുന്ന വെള്ളം ഒരു ദിവസം 2 പ്രാവശ്യമെങ്കിലും മാറ്റി കൊടുക്കുക. ആ വെള്ളത്തിനകത്ത് കിളി വന്ന് കുളിക്കാതിരിക്കാനുള്ള സെറ്റപ്പിൽ ചെറിയൊരു എന്താ പറയുന്നത് ഡ്രിങ്കിങ് പോയിന്റ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ കുളിക്കണ അല്ലാതെ വെള്ളം നമുക്കല്ലാതെ വെച്ച് കൊടുക്കാം.
അപ്പോൾ ഈ കുടിക്കുന്ന വെള്ളത്തിൽ തന്നെ ഇത് കാക്ഷിക്കുമ്പോൾ അത് കുടിക്കുമ്പോഴാണ് ഡയറിയയും പല പല ഇഷ്യൂസുകൾ ഇവർക്കുണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ കിളികളെല്ലാം ഹെൽത്തിയാണ്. ഇത് കാരണം തന്നെ നമ്മൾ ഈ കൂടിനകത്ത് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. കൂടിനകത്ത് നല്ല രീതിയിൽ റൂട്ട്സുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ പോട്ടുകളുണ്ട്. പിന്നെ ബാമ്പുവിൻ്റെ പോട്ടുകളും വുഡിൻ്റെ പോട്ടുകളും. ഏറ്റവും കൂടുതൽ ഇവർക്ക് അനുയോജ്യമായിട്ടുള്ളത് തടിയുടെ പോട്ടുകൾ തന്നെയാണ്. അപ്പോൾ നമ്മുടെ പെറ്റ്സോമിലെ ചെറിയ കിളികളുടെ വിശേഷം ഇതൊക്കെ തന്നെയാണ്. ഈ കൂടിൻ്റെ ഫ്യൂച്ചർ അപ്ഡേഷൻ വീഡിയോസ് നമ്മൾ വരും. അപ്പോൾ ഇതുകൊണ്ടൊക്കെ ചെറിയ കിളികളെ വളർത്തുന്നവർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും. ശ്രദ്ധിക്കേണ്ട നിസ്സാരപ്പെട്ട കാര്യങ്ങളേ ഉള്ളൂ. ചെറിയ കിളികളെ വളർത്തുമ്പോൾ ലവ് ബേഴ്സിനെ ഒഴിച്ച് ബാക്കി എല്ലാ ബേഡുകളും ഒരുമിച്ച് കോളനി സിസ്റ്റത്തിൽ വളർത്താൻ കംഫർട്ടല്ല. ലവ് ബേഴ്സിനെ വളർത്തുന്നെങ്കിലും ചില ലവ് ബേഴ്സുകൾക്കേ ഉള്ളൂ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. ഞാനൊരു ആഗ്രഹത്തിൻ്റെ പേരിലൊരു 4-5 പീസ് ലവ് ബേഴ്സിനെ ഇട്ടിട്ടുണ്ട്. വീടാവുന്നുണ്ടെങ്കിലും ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. മറ്റുള്ള കിളികളെ അറ്റാക്ക് ചെയ്യുന്ന ഒരു ടെൻഡൻസി കാണിക്കുന്നുണ്ട്. ജാവ ആയാലും ബാക്കിയുള്ള റിംഗ് ഡോവ് ആയാലും ഡയമണ്ട് ഡോവ് ആയാലും അവർക്കൊന്നും ആ ഒരു ഇഷ്യൂസ് ഇല്ല. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ ഇതുകൊണ്ടൊക്കെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ഡീറ്റെയിൽസുമായിട്ട് വരാം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് കൂടെ കൂടിക്കോ. ഓക്കെ.